ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിജിയ അല്ലെങ്കിൽ ബിജി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളോട് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം താഴ്മയിൽ തന്നു, അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ അച്ചപ്പം എന്നാ വായി വരുന്നത്, നെയ്യപ്പത്തിൻ്റെ റെസിപ്പി കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായി. ഒത്തിരി പേര് പറഞ്ഞു കൊതിയായി കൊതിയായി കൊതിയായി. അപ്പോൾ വളരെ ഈസി ആട്ടോ. ഇങ്ങനെ നമ്മൾ ഇന്ന് ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു 1-2 മണിക്കൂറേലും മതി. അഥവാ സമയമില്ലെങ്കിൽ ഇത്തിരി നല്ല ചൂടുവെള്ളത്തിലൊഴിച്ച് അരി ഒന്ന് കുതിർത്താൽ മതി. അയ്യോ, ഒന്ന് പെട്ടെന്ന് അരച്ച് പെട്ടെന്ന് ഉണ്ടാക്കാം. വേറൊരു രീതിയുണ്ട്. ബേക്കിംഗ് സോഡ ഒന്നും താല്പര്യം ഇല്ലാത്തവർക്കാണെങ്കിൽ ഈ അരിക്കകത്ത് ചോറരച്ചിട്ട് ഉണ്ടാക്കും. അതും പെട്ടെന്ന് ഉണ്ടാക്കാം. നമ്മൾ അരച്ച ഉടനെ ഫെർമെൻറ്റേഷനൊന്നും 10 മിനിറ്റ് പോലും വെക്കണ്ട. നന്നായിട്ട് നല്ല സോഫ്റ്റ് നെയ്യപ്പം ഉണ്ടാക്കാം. അപ്പം അതിൻ്റെ അകത്ത് ഹിന്ദി പാഠശാല പറഞ്ഞു, അയ്യോ ഒത്തിരി ഓയിൽ വേണ്ടേന്ന്. ഓയിലൊന്നും അധികം വേണ്ട കേട്ടോ. ഈ ഓയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ, കഴിഞ്ഞ ദിവസം ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും കമൻസുകൾ. അപ്പം ഞാൻ പറഞ്ഞെന്ന് തോന്നും, ചോദിച്ചായിരുന്നു പൂരി ഉണ്ടാക്കിയത് സൺഫ്ലവർ ഓയിലിൻ്റെ അകത്താന്ന് തോന്നുന്നു. സൺഫ്ലവർ ഓയിലിൻ്റെ അകത്താണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചില സമയത്ത് നമ്മളിങ്ങനെ കടയിൽ നമ്മളിങ്ങനെ സാധനം വിളിച്ച് ഓർഡർ പറയുമല്ലേ, അപ്പം സൺഫ്ലവർ ഓയിലില്ല, റൈസ് ബ്രാൻഡ് ഓയിലാണെന്ന്, തവിടെണ്ണ അത് ചിലപ്പോൾ വാങ്ങിക്കും. അപ്പം ചിലർ പറഞ്ഞിട്ടുണ്ട് തവിടെണ്ണ നല്ലതാണ്. പലരും പലതാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് ഞാൻ നോക്കിയിട്ട് വെളിച്ചെണ്ണ നമുക്ക് അത്രയും ഉപയോഗിക്കാം. ഇവിടെ നല്ല റേറ്റ് ഉണ്ട്. നാട്ടിലാണെങ്കിൽ നമുക്ക് ഈ ആട്ടുന്നിടത്തു നിന്നൊക്കെ പോയി വാങ്ങിക്കാൻ വില കുറവാണ്. ഇവിടെ ഒരു ബോട്ടിലൊക്കെ ആണെങ്കിൽ വാങ്ങിക്കുകയാണെങ്കിൽ ഭയങ്കര വിലയാണ്. അപ്പം ഞാൻ ചുരുക്കം മീൻകറിക്ക് അവിയലിന് ഇങ്ങനെയൊക്കെ ഒഴിക്കാനേ വെളിച്ചെണ്ണ ഇങ്ങനെ ബോട്ടിൽ വാങ്ങിക്കാറുള്ളൂ. കണ്ണങ്ങ് ചൊറിയുന്നു. അപ്പം ഹിന്ദി പാഠശാല പറഞ്ഞായിരുന്നു ഓയിൽ ഒത്തിരി വേണ്ടെന്ന്. ഓയിലൊന്നും ഒത്തിരി വേണ്ട. പിന്നെ നമ്മൾ അത് കഴിക്കാൻ എടുക്കുമ്പോൾ അതേൽ ഇത്തിരി ഓയിൽ പോലെ നമുക്ക് കാണും. പക്ഷേ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഞാൻ എടുത്ത ഓയിൽ എത്രയുണ്ട്, അതുപോലെ ഉണ്ടല്ലേ. ഓയിലൊന്നും ഞാനങ്ങ് അതാ ചെറിയ പാത്രമായതുകൊണ്ട് ഒത്തിരി അങ്ങ് തോന്നുക. പക്ഷെ അത്രയും ഞാൻ ഒഴിക്കണ്ടായിരുന്നു. നമ്മൾ അങ്ങ് അബദ്ധത്തിൽ ഞാനങ്ങ് ഒഴിച്ചതാണ്. പിന്നെ തിരിച്ച് ഇങ്ങോട്ട് ഒഴിക്കുമ്പം എല്ലാം വെളിയിലൊക്കെ പോവുകയും ചെയ്യും. പിന്നെ അപ്പം എന്നോട് പറഞ്ഞാൽ നെയ്യപ്പമൊക്കെ അവിടെ ആണേലും വിറ്റാൽ നല്ലൊരു ബിസിനസ് അല്ലേന്ന്. ഞങ്ങൾ താമസിക്കുന്നിടത്ത് മലയാളികൾ തീരെ കുറവാണ്. ഇതൊക്കെ നമ്മുടെ കേരളീയ ഫുഡൊക്കെ മലയാളികളുള്ളിടത്തല്ലേ ചിലവാകത്തുള്ളൂ. ഇവിടെ നമുക്കിങ്ങനെ ലേഡീസ് ഗ്രൂപ്പ് അല്ലാതെ ഒക്കെ ഉണ്ട്. പക്ഷെ അതിലെല്ലാം കൂടുതൽ ഈ മാർവാടികൾ, ഗുജറാത്തികൾ, അങ്ങനെയുള്ള ആൾക്കാർ, അവരൊക്കെ അവരുടെ ഈ സമോസ, വട, ഇവിടെയുള്ള നോർത്ത് ഇന്ത്യൻസ് ഐറ്റംസ് അല്ലേ അവർക്കൊക്കെ ഇഷ്ടം. നമ്മുടേതങ്ങനെ ആരും അങ്ങനെ കഴിക്കാറില്ല. പിന്നെ ഞാൻ ഗ്രൂപ്പിലൊന്നും ഇട്ടിട്ടുമില്ല. 1-2 ചുരുക്കം മലയാളികളാണ് ഇവിടെ. മലയാളികളുള്ള എൻ്റെ അനിയത്തി താമസിച്ചെടുത്ത് ഇഷ്ടം പോലെ മലയാളികളുണ്ടായിരുന്നു. എൻ്റെ സ്പേസ് മൊബൈലിൽ ഇല്ലെന്ന് കാണിക്കുന്നു. കുറേ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യാനുണ്ട്. ഞാൻ അത് നോക്കിയും കണ്ടു. പഴയ വീഡിയോകൾ ഇങ്ങനെ കിടക്കുക അതിൻ്റെ അകത്ത്. അപ്പം ഞാനെന്നാൽ ഷോർട്ടിന് വേണ്ടി ഇട്ടേക്കുമായിരുന്നു. അതൊക്കെ ചിലതിങ്ങനെ സ്പേസ് ഇല്ലെന്ന് പറഞ്ഞ് എൻ്റെ വീഡിയോ എത്ര എണ്ണം അങ്ങനെ പോയിട്ടുണ്ടെന്നറിയാമോ? എൻ്റെ കർത്താവേ, എത്ര പാടുപെട്ടാൽ നമ്മളൊരു വീഡിയോ എടുക്കുന്നതെന്ന് അറിയാമോ? അത് ഒറ്റ പ്രസ്സിന് പോയി. നമ്മളിൽ പെട്ടെന്ന് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാനുള്ളതെല്ലാം നമ്മൾ ഇത് ചെയ്യുന്ന ഉടനെ അതും ചിലപ്പോൾ അങ്ങനെ പലതും എൻ്റെ പോയിട്ടുണ്ട്. വിഷമം വന്നിട്ട് സഹിക്കാൻ പറ്റത്തില്ലെന്നുള്ളത്. നമ്മൾ കഷ്ടപ്പെട്ടെടുത്ത ഒരു വീഡിയോ ഒരു മിനിറ്റ് കൊണ്ട്, 1 മിനിറ്റ് പോലും വേണ്ട, 1 സെക്കൻഡ് പോലും വേണ്ട, അത് ഡിലീറ്റ് ആക്കി കളയാനായിട്ട്. അങ്ങനെയുള്ള അബദ്ധവും വരും. പിന്നെ ഇനി നമുക്കിന്ന് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഇന്ന് ഞാൻ അന്നേരം പറയാം. അയല മീനിൻ്റെ ടേസ്റ്റ് എൻ്റെ കർത്താവേ, ഇന്നത്തെ മീൻ്റെ പറയാനൊക്കത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. നല്ല ഫ്രഷ് നാട്ടിൽ നിന്ന് പണ്ട് നമുക്ക് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ മീൻ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞു. പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകി
അതിൻ്റെ ഒന്നും ഇന്ന് രാവിലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇതെല്ലാം ഒന്ന് പിന്നെ നമ്മുടെ ഈ സിങ്കിൻ്റെ അകത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മീനെടുത്ത് വെള്ളത്തിയിട്ടത്. ഞാൻ പറഞ്ഞ അന്ന് മത്തി വാങ്ങിച്ചോണ്ടേ, മത്തി വേണമെന്ന് പറഞ്ഞോണ്ടേ റീച്ച അവിടുന്ന് വന്നുടനെ ഈ അയലയുണ്ട്. അപ്പം ഞാൻ കൊണ്ടുവന്നെ ഞാൻ പറയുകയും ചെയ്തു. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയില്ല. എനിക്ക് ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ നോക്കിയോണ്ടേ 4 എണ്ണമായിട്ട് തോന്നി 250 രൂപ. ഞാൻ പറയും വേണ്ടായിരുന്നല്ലോ എന്ന്. അപ്പം എടുത്ത് ഇന്നിപ്പം നോക്കിയ ഉടനെ നല്ല വലിയ അയലയാണ്. നല്ല ഫ്രഷ് എന്ന് വെച്ചാൽ നല്ല ഫ്രഷും. അന്നേ വെക്കുമായിരുന്നെങ്കിൽ ഇതിനേക്കാൾ ടേസ്റ്റായിരുന്നു. കറി വെച്ചപ്പോഴോ ഞാനങ്ങനെ സാധാരണ ഇപ്പോഴാണ് ഞാനിങ്ങനെ ഈ തല എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ മീൻ വറക്കുന്നത് പോലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് തല വറക്കുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ടൊരു സുമാറില്ല അത് കഴിക്കാനായിട്ട്. എല്ലായിടും ഒന്നും നന്നായിട്ട് വേവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കടുക് വറക്കുന്ന ആ ഇതിൻ്റെ അകത്ത് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് മുങ്ങത്തക്ക വിധത്തിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ ചെയ്യും. അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ ദൈവമേ ഇത് കറി വെച്ചിട്ട് എന്തോ ടേസ്റ്റായിരുന്നു അറിയാമോ. പിന്നെ ഒരു നഷ്ടവും ഇല്ലായിരുന്നു. 5 മീനുണ്ടായിരുന്നു. അപ്പം ഞാൻ 3 എണ്ണം ഇന്നെടുത്തു. തല കഴിഞ്ഞിട്ട് നല്ല 3 പീസിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഈ മീനില്ലാത്ത സമയത്ത് ഇത്രയും നല്ല ഫ്രഷ് മീനും ഇത്രയും വലിയ മീനും 250 രൂപയ്ക്ക് ഒരു നഷ്ടവും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് വെട്ടിയെടുക്കുക. അപ്പോൾ ചിലർ ചിന്തിക്കും എന്നും മീനാണോ എന്ന്. നമുക്കൊരു മീൻ കറി ഉണ്ടെങ്കിൽ ഒരു കറി അങ്ങാവും. ഇവിടെ പിള്ളേർക്കും ചാറ് പ്രൈസമോനെ ഉള്ള ചില സമയത്ത് ഇങ്ങനെ പീസ് കഴിക്കാത്ത. പോൾമോന് ഇഷ്ടമാണ് മീൻ പീസും ഇഷ്ടം. അവന് ചാറുണ്ടെങ്കിലും അവർക്ക് ഇഷ്ടമാണ് ചോറിൻ്റെ അകത്ത് ഒഴിച്ച് കഴിക്കാനേ. പോളിന് പിന്നെ മോരുകറിയും ഇതും ഉണ്ടെങ്കിൽ പിന്നെ ചാറൂടെ ഉണ്ടെങ്കിലും. പരിഞ്ഞിലും നല്ല വലിയ പരിഞ്ഞിലായിരുന്നു. നല്ല അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. നമ്മളെല്ലാം നാട്ടിലാണെങ്കിലും പണ്ട് തൊട്ടേ അങ്ങ് ശീലിച്ചു. രാവിലെ മീൻകാർ വരും, അപ്പോൾ ഒരു മീൻ വാങ്ങിയത് എന്നും ഡെയിലി ഇത് തന്നെ വരുക വാങ്ങിക്കുക. അത് നമ്മൾ ചുരുക്കം മലയാളികളെ ഉള്ളൂ ഇങ്ങനെ മീൻ അങ്ങനെ ഉപയോഗിക്കാത്തത്. ബാക്കിയുള്ളവരല്ല. ഞാൻ ഇന്നലെ നടക്കാൻ പോയ സമയത്ത് ഒരു ആൻറ്റി എടുത്ത് ചോദിച്ചു, ഒരു മലയാളി ആൻറ്റിയാണ്. ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ 3-4 പേരേ ഉള്ളൂ. അപ്പോൾ ആൻറ്റി അടുത്ത് ഞാൻ ചോദിച്ചാൽ ആൻറ്റി ഞാൻ ചോദിച്ചാൽ ആൻറ്റിക്ക് നിങ്ങൾക്ക് മീൻ വേണ്ട അങ്ങനെ ഇല്ല എന്നും പറഞ്ഞു. ഇല്ല ഞങ്ങൾക്ക് എന്നും മീൻ വേണം. അവർ പിന്നെ വാങ്ങിക്കുന്നത് നെത്തോലി അങ്ങനെ കുഞ്ഞ് മീനുകൾ. മത്തി ഉണ്ടെങ്കിലും കുഞ്ഞ് മത്തിയെ വാങ്ങിക്കത്തുള്ളൂ. അയല അവർക്ക് അത്ര ഇഷ്ടമല്ലെന്ന്. പിന്നെ അല്ലെങ്കിൽ നെയ്മീൻ അങ്ങനെയൊക്കെയുള്ളതാണ് വാങ്ങിക്കുന്നത്. കൊച്ചുമക്കൾക്കും വേണമെന്ന്. പുള്ളിക്കാരി 2 കൊച്ചുമക്കളുണ്ട്, അവർക്കും മീനില്ലാതെ ഒക്കത്തില്ലെന്ന്. അപ്പം ഞാനിങ്ങനെ ഇവിടെ പിന്നെ പ്രൈസിന് മീനിനോട് അത്ര താല്പര്യമില്ല. വറുത്ത് കൊടുത്താൽ ഇഷ്ടമാണ്. പക്ഷേ മത്തിയൊന്നും വറുത്താൽ അതും അവൻ തിന്നത്തില്ല. ഇത്തിരി പീസായിട്ടുള്ളതൊക്കെ വറുത്താൽ അവനിഷ്ടമാണ്. മുള്ള് പേടിച്ച ഈ കൊച്ചും തിന്നാത്തത്. അപ്പം മീനെല്ലാം ഞാനൊന്ന് വെട്ടി വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ടേ. നെത്തോലിയൊക്കെ നല്ലതാണ്, നല്ല കാൽസ്യമൊക്കെ ഉള്ളത്, കഴിക്കാൻ നല്ലതാണ്. പക്ഷേ അത് വെട്ടാൻ ഭയങ്കര പാടാണ്. അത് വെട്ടി കിട്ടിയാൽ തോരൻ വെച്ച അടിപൊളിയാണ്. അതും ഇവിടെ പോൾമോ വേണത്തിന് കൊച്ചൻ അത് തിന്നത്തില്ല. ആ നെത്തോലിയുടെ ഒക്കെ മുള്ള് നമുക്കങ്ങ് ചവച്ച് കഴിക്കാവുന്നേ ഉള്ളൂ. അതൊക്കെ ഈ കൊച്ചിനും പേടിയാണ്. ഞങ്ങളുടെ നാട്ടിലാണെങ്കിലും ബ്രദറിൻ്റെ മൂത്ത മോന് മീമി ചോറ്, ഇളയതിന് മുട്ടാച്ചോറ് അങ്ങനെ രണ്ടും 2 വിരുദ്ധ ആൾക്കാരാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇഞ്ചിയും വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് വഴട്ടി വെച്ച് മുളക് പൊടി ചാലിച്ച്, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, കാശ്മീരി മുളക് പൊടി മാത്രം ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് വഴട്ടിയെടുക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ മീൻ കറി. പക്ഷേ കാണാൻ ചിലർക്ക് ഇഷ്ടമെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാനങ്ങ് കാണിക്കുന്നത് കേട്ടോ. പുളിവെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അതാ ഈ കമൻറ്റ് ചിലരെനിക്ക് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷേ നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഓർക്കാത്ത രീതിയിൽ എന്തോ ഓർത്തായിരിക്കും. എൻ്റെ അടുത്ത് ചോദിച്ചത് പട്ടിയുണ്ടോ വീട്ടിൽ എന്ന് ചോദിച്ചു. പട്ടിയില്ല. ഈ പട്ടി കുരയ്ക്കുന്ന എന്തോന്നോ, നിങ്ങൾ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ പട്ടിയുടെ കുര നന്നായിട്ട് കേൾക്കത്തില്ലേ. നമ്മൾ നോർമലി ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും തോന്നത്തില്ല ഇത്രയും സൗണ്ട് ഉണ്ടെന്ന്. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പം നല്ല സൗണ്ടിലാണ്. ഞങ്ങൾ 4th ഫ്ലോറിലാണ്, താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ പട്ടികൾ. ഇവിടെ ഇഷ്ടംപോലെ പട്ടികളുണ്ട്. ഈ പട്ടികളെ കൊല്ലല്ലെന്ന് മേനകാന്തി പറഞ്ഞിട്ടില്ലേ. നാട്ടിലും അമ്മ പറയുന്നത്, എൻ്റെ ദൈവമേ, ഒരു കോഴിയെ, വലിയൊരു പൂവൻ കോഴിയെ പട്ടി പിടിച്ചു. ഇതങ്ങ് ഗാങ്ങായിട്ട് കുറങ്ങി വരുമെന്ന്. എന്നിട്ട് വളഞ്ഞിട്ട് കോഴിയെ അങ്ങ് കൊന്നുകൊണ്ടുപോയി. അപ്പം പട്ടികളെ കൊല്ലല്ലെന്നല്ലേ പറഞ്ഞേക്കുന്നത്. എന്തോ ചെയ്യുമ്പോൾ ഈ പട്ടികളെല്ലാം കൂടെ പെരുത്ത് ഇവിടെ ഞങ്ങളുടെ സൊസൈറ്റിയിലാണെങ്കിലും എത്ര ചിലർ കൊണ്ട് ഫുഡെല്ലാം കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ ഇഞ്ചക്ഷനൊന്നും എടുക്കുന്നതാണോ ആർക്കും അങ്ങനെ അറിയാം. ബൈ ചാൻസിലെങ്ങാനും പിള്ളേരെ എങ്ങാനും കടിച്ചാലും ഇഷ്ടം പോലെ പട്ടി ഞങ്ങളുടെ സൊസൈറ്റിയിലും ഉണ്ട്.
നമ്മൾ ഈ ബ്ലോക്കിലെ കോഴിയാകുമ്പോൾ അതുങ്ങൾക്ക് നമ്മൾ പണ്ടത്തെ നമ്മുടെ വിരിച്ചിറക്കുന്ന കോഴികളാണെങ്കിൽ ഈ കോഴിയൊക്കെ പണ്ടൊക്കെ ഞങ്ങൾ കുഞ്ഞിലെ കോഴികളെ തീറ്റാനായിട്ട് പോകും. ഒരു കുളിറാനോ പരുന്തോ വന്നാൽ കള്ളക്കോഴി പറന്ന് മരത്തിൻ്റെ മണ്ടേ കയറും. ഇപ്പോഴത്തെ ഉള്ളതിനൊന്നും പറക്കാനും ഒക്കത്തില്ല, ഓടാനും ഒക്കത്തില്ല, ഇങ്ങനെ ഇരിക്കും കൈത്തീറ്റയും തിന്നുകൊണ്ട്. അപ്പോൾ അമ്മ വൈകിട്ട് ഞാനൊരു 2:30 അഥവാ വിളിക്കുവാണെങ്കിൽ അമ്മ പറയും കോഴി കൂട്ടി കയറി അതിനെ ഒന്ന് അടച്ചിട്ടല്ല സമാധാനത്തിൽ പോയി കിടക്കാൻ പറ്റത്തുള്ളെന്ന്. കൂടിരിക്കണം, അതുങ്ങളോട്ട് അങ്ങോട്ട് കയറത്തുമില്ല. ഉച്ചയാകുമ്പോൾ അടിച്ച് എല്ലാത്തിനും ചിലപ്പോൾ അമ്മ ഒരു വിധത്തിൽ ഇതുങ്ങളെ എല്ലാം അടിച്ച് കയറ്റും. ഈ കൊച്ചന്മാരാരേലും പോയി തുറന്നു വിടും. അതുകൊണ്ട് അവന്മാരെ അടിച്ച് കയറ്റി കോഴികളെ അടിച്ച് കയറ്റി എല്ലാം കഴിഞ്ഞിട്ട് അമ്മയ്ക്കൊന്ന് കിടക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നാട്ടിലിറങ്ങിയിട്ടുണ്ട് കുരങ്ങന്മാർ. അമ്മ പറയുന്നത് ഡസൻ കണക്കിനെ വരുന്നത്. ചൂട് കാരണം ഇതുങ്ങളും കാട്ടിലൊക്കെ എന്തോ ചെയ്യും, ഇങ്ങനെ വെളിയിൽ ഇറങ്ങുന്നയാ. അമ്മ നിന്ന് അപ്പുറത്ത് ഞങ്ങളുടെ പപ്പയുടെ ബ്രദറിൻ്റെ വീടുണ്ട്. അവർ അമേരിക്കയിൽ വീട് പൂട്ടിയിട്ടേക്കുക. കുരങ്ങൻ ദാഹിച്ചിട്ട് പൈപ്പേ പോയി നിന്ന് ഇങ്ങനെ പിടിക്കുന്നെന്ന്. അമ്മ അവിടെ മുറ്റത്ത് നിന്ന് ഇതുങ്ങളെ വഴക്ക് പറഞ്ഞുകൊണ്ടേ ഞങ്ങളുടെ മാവ് മൊത്തം മാങ്ങയായിരുന്നു. ആ മാങ്ങ ഉള്ളതെല്ലാം പറിച്ച് ഇതുങ്ങൾ എറിഞ്ഞ്. അമ്മ വഴക്ക് പറഞ്ഞുകൊണ്ടേ മാങ്ങ പറിച്ചെറിഞ്ഞെന്ന്. എനിക്ക് കേട്ടിട്ട് ചിരി വന്നു. ഈ കുരങ്ങന്മാരെ എന്തോലും പറഞ്ഞാൽ അവന്മാർ അതുപോലെ നമ്മളെന്തെങ്കിലുമൊക്കെ പിന്നെ പറിച്ചെറിയുകയും അതൊക്കെ ചെയ്യും. അമ്മ പറയുന്ന അതിലുള്ള മാങ്ങ മൊത്തത്തിൽ പറിച്ച് താഴെയിട്ട് പിന്നെ ഒരു ഏത്തക്കൊല കെട്ടി അവർ വെച്ച്, ഏത്തക്കൊലയും പോട്ടെ അല്ലാത്ത ഈ ചെറുകൊല അവരാണെങ്കിൽ പൊതിഞ്ഞു വരുന്നു. അത് വലിച്ച് പറിച്ച് തിന്നിട്ട് പോയി. ഓമയ്ക്ക ഉണ്ടായിരുന്നു, അവർ നോക്കിയിരുന്നു, അതെല്ലാം പറിച്ചിട്ടിട്ട് പോയി. ആകെ അതുങ്ങൾക്ക് വല്ല ഞാൻ പറഞ്ഞു അയ്യോ ദാഹിച്ചിട്ട് ഇച്ചിരി വെള്ളം. അമ്മ പറയും നമ്മളെന്തെങ്കിലും തീറ്റ കൊടുത്താൽ പിന്നെ നമ്മളെ നശിപ്പിക്കുമെന്ന്, അതുകൊണ്ട് അവർ കൂടുതലൊന്നിനും പോയില്ലെന്ന്. അമ്മ ഓരോന്ന് പറയുന്നത് കേട്ടിട്ട് എനിക്ക് ചിരിയാവുന്ന അതുങ്ങൾ മാങ്ങ എടുത്തെറിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ. കഥ പറച്ചിൽ കേട്ട് നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി, പയറുതോരൻ റെഡിയായി. പിന്നെ ഇത്തിരി ഉരുളൻകിഴങ്ങ് മുട്ടക്കറി പോലെ അന്ന് വെച്ചതിൻ്റെ ഇത്തിരി ഗ്രേവി ഇരിപ്പുണ്ടായിരുന്നു. അത് ചപ്പാത്തിക്ക് വേണമെങ്കിൽ ചപ്പാത്തിക്ക് കഴിക്കാൻ മോരുകറി ഇരിപ്പുണ്ട്. ഞാനാണെങ്കിൽ മോരുകറിയൊന്നും എടുക്കാറേ ഇല്ല. ഇവിടെ എൻ്റെ മൂത്തവനാണ് വേണ്ടിയത് മോരുകറി. നമുക്ക് പിന്നെ മീൻ പീസ് ഇല്ലെങ്കിലും ആ ചാറ് ഇച്ചിരി മതി, അതും ആ തോരനും കൂട്ടി കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ പ്രയോജനമാവുകയാണെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ, ലൈക്ക് ചെയ്യണേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ജെനിഫർ പറഞ്ഞു ചേച്ചി ഇടുന്ന ആ ജെനിഫറിനൊക്കെ കൂടുതലും ഇങ്ങനെ ഇവർക്കൊക്കെ ഈ റെസിപ്പികൾ വേണ്ടി, അതാ ഞാൻ ഈ വീഡിയോയ്ക്ക് വ്ളോഗിലിടുന്ന റെസിപ്പികളെടുത്ത് ചില സമയത്ത് സെപ്പറേറ്റ് ഇടുന്നത്. അവർ സെർച്ച് ചെയ്യുമ്പം വ്ളോഗിലാണെങ്കിൽ റെസിപ്പി അവർക്ക് അങ്ങനെ കിട്ടാൻ പ്രയാസമാണ്. അപ്പം നമ്മൾ സെപ്പറേറ്റ് ഇടുകയാണെങ്കിൽ വിജീസ് കിച്ചണിന്ന് ഇടുമ്പോൾ അവർക്ക് ആ റെസിപ്പി കിട്ടും. അതുകൊണ്ട് ചിലർക്കത് ബോറിംഗ് ആയിട്ട് തോന്നും, ചിലർക്ക് ഈ ഇങ്ങനെയുള്ള കൊച്ചുങ്ങൾ കുറച്ച് പേര് പറയും ചേച്ചി സെപ്പറേറ്റ് ഇടണേന്ന്. അതുകൊണ്ടാണ് ഞാനതിങ്ങനെ ഇടുന്നത്. അപ്പം ഞാൻ അതിൻ്റെ പരിഞ്ഞിലെടുത്ത്, ഞങ്ങൾ പരിഞ്ഞിലെന്ന് പറയും, ചിലർ പരു എന്ന് പറയും, മുട്ട എന്ന് പറയും. മുട്ട എന്ന് പറയുന്നത് ഞങ്ങൾ വേറൊരെണ്ണത്തിനാണ്. അത് ഞാനെടുത്ത് ഇങ്ങനെ പൊരിച്ചെടുത്ത് അടിപൊളി ടേസ്റ്റ്. ഇത് കൊടുത്തോണ്ടേ എൻ്റെ പൊടിക്കൊച്ച് നിന്ന്. ഇവിടെ വേറെ ആർക്ക് പോളിന് ഇത് കൊടുത്താകുമ്പോഴേന്ന് പറയും. ഇതൊന്നും അവനിഷ്ടമല്ല. തോരൻ പോലെ വെച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം പ്രൈസ് മോന് കൊടുത്തന്നെ വേണ്ടായിരുന്നു. പക്ഷേ ഇത് വലിയ പരിഞ്ഞിലല്ലായിരുന്നു, വലിയ പരിഞ്ഞിലായിരുന്നു. അത് വറുത്തത് കൊണ്ട് അവന് ഇഷ്ടപ്പെട്ടു. ചിലപ്പം മീൻ്റെ അകത്ത് ചെറിയ പരിഞ്ഞിലല്ലേ വരുന്നത്. ഇത് മീനും വലുതായിരുന്നു, അതനുസരിച്ച് പരിഞ്ഞിലും വലുതായിരുന്നു. അപ്പോൾ രാത്രി റീച്ചാൻ വന്നോണ്ടേ പഴവും ഓറഞ്ചും ആപ്പിളൊക്കെ കൊണ്ട്, ആപ്പിൾ ഞാൻ പിന്നെ ഉപ്പും പിന്നെ വിനാഗിരി ഇട്ട് കഴുകിയിട്ട് വെള്ളം വാലാൻ വെച്ചേക്കുക. എനിക്ക് ഈ ഫ്രൂട്ട്സുകളെ ഇത്തിരി ഉപ്പ് ഇങ്ങനെ പുരട്ടി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. ചിലപ്പോൾ ഈ പേരയ്ക്കൊക്കെ കൊണ്ടുവരുവാണെങ്കിലേ ഞാനൊരു ഇച്ചിരി ഉപ്പെടുത്ത് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ തേക്കും, എന്നിട്ട് കഴിക്കും. പക്ഷേ നമ്മൾ വെളിയിലൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സ് ഇവർ പേരയ്ക്കൊക്കെ കണ്ടിച്ചിട്ട് അവരുടെ ഒരു മസാലപ്പൊടി ഉണ്ട്, ആ മസാലപ്പൊടിയൊക്കെ ഇട്ടാണ് തരുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.